സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. നമസ്കാരം, TCV ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. ജില്ലയിൽ മഴ ശക്തമാകുമെന്ന മുന്നറിയിപ്പ്. ചൂണ്ടലിൽ ഓടിക്കൊണ്ടിരുന്ന വാഹനത്തിന്റെ മുൻവശത്തെ ചില്ലിലേക്ക് മരക്കൊമ്പ് വീണു. യാത്രക്കാർ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക്. മുഖ്യമന്ത്രിയായി ചുമതലയേറ്റ ശേഷം VD സതീശൻ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശനം നടത്തി. മുഖ്യമന്ത്രിക്ക് വെണ്ണയും തീർത്ഥവും കൊണ്ട് തുലാഭാരം. VIP ദർശനവുമായി ബന്ധപ്പെട്ട ഹൈക്കോടതി ഉത്തരവ് ലംഘിച്ചതായി BJPയുടെ പരാതി. രാജ്യത്തെ ചെറുപ്പക്കാരെ പ്രതിഷേധങ്ങളിലേക്ക് തള്ളിവിടുന്നതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം കേന്ദ്ര സർക്കാരിനാണെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. കോക്രോച്ച് ജനതാ പാർട്ടിയുടെ പ്രതിഷേധങ്ങളെ പോസിറ്റീവായി എടുക്കണമെന്ന് പ്രതികരണം. വിവാദങ്ങൾക്കിടെ മുഖ്യമന്ത്രിയുടെ സെക്രട്ടറിയായി രത്തൻ യു ഖേൽക്കർ ചുമതലയേറ്റു. മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറായിരുന്ന രത്തൻ ഖേൽക്കറുടെ നിയമനത്തിൽ വിമർശനം കടുപ്പിച്ച CPM. തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ഡീൽ സംശയിക്കുന്നുവെന്ന് MV ഗോവിന്ദൻ. ബലിപ്പെരുന്നാൾ പ്രമാണിച്ച് സംസ്ഥാനത്ത് 2 ദിവസം അവധി. ബുധൻ വ്യാഴം ദിവസങ്ങളിൽ അവധി പ്രഖ്യാപിച്ച് സർക്കാർ ഉത്തരവിറക്കി. വലിയ പെരുന്നാൾ ആഘോഷം 28-ന്. മുടിക്കോട് ദേശീയപാതയിൽ ബൈക്ക് അപകടത്തിൽ യുവാവ് മരിച്ചു. പട്ടിക്കാട് താഴ്വാരം ഗാർഡനിൽ അശ്വിനാണ് മരിച്ചത്. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പിൽ മാറ്റം. നേരത്തെ 6 ജില്ലകളിലാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഴ മുന്നറിയിപ്പ് നൽകിയിരുന്നത്. പുതുക്കിയ മഴ മുന്നറിയിപ്പ് അനുസരിച്ച് തൃശൂർ ഉൾപ്പെടെ 10 ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ കാലാവസ്ഥാ വകുപ്പ് പ്രവചിക്കുന്നു. ജാഗ്രതയുടെ ഭാഗമായി ഈ ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. സംസ്ഥാനത്ത് വ്യാഴാഴ്ച വരെ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ശക്തമായ മഴയാണ് പ്രവചിക്കുന്നത്. തൃശൂർ ചൂണ്ടലിൽ ഓടിക്കൊണ്ടിരുന്ന വാഹനത്തിന്റെ മുൻവശത്തെ ചില്ലിലേക്ക് മരക്കൊമ്പ് വീണു. മരക്കൊമ്പ് കാറിനുള്ളിലേക്ക് തുളച്ചുകയറി. തലനാരിഴയ്ക്കാണ് യാത്രക്കാർ രക്ഷപ്പെട്ടത്. മുഖ്യമന്ത്രിയായി ചുമതലയേറ്റ ശേഷം ആദ്യമായി ഗുരുവായൂരിലെത്തിയ VD സതീശൻ ക്ഷേത്രത്തിൽ ദർശനം നടത്തി. ദർശനത്തിനു ശേഷം വെണ്ണയും തീർത്ഥവും കൊണ്ട് തുലാഭാരം നടത്തി. ആഘോഷങ്ങളോ സുരക്ഷാ വലയങ്ങളോ ഇല്ലാതെ സാധാരണക്കാരനായാണ് മുഖ്യമന്ത്രി ക്ഷേത്രനടയിൽ തിങ്ങി നിറഞ്ഞ ഭക്തർക്കിടയിലേക്ക് എത്തിയത്. രാവിലെ 6:40 ശ്രീവത്സം ഗസ്റ്റ് ഹൌസിന് മുന്നിൽ കാറിൽ വന്നിറങ്ങിയ ശേഷം തെക്കേ നടപ്പുരയിലൂടെ നടന്നാണ് കിഴക്കേ ഗോപുരത്തിന് മുന്നിൽ എത്തിയത്. തുടർന്ന് റവന്യൂ മന്ത്രി AP അനിൽകുമാറിന്റെ മകന്റെ വിവാഹ ചടങ്ങിൽ പങ്കെടുത്തു. തുടർന്നായിരുന്നു ക്ഷേത്ര ദർശനം. സോപാനത്തിന് മുൻപിൽ വെണ്ണയും കദളിപ്പഴവും സമർപ്പിച്ച് മേൽശാന്തിയിൽ നിന്ന് പ്രസാദം വാങ്ങിയ ശേഷം വെണ്ണ കൊണ്ടും ക്ഷേത്രത്തിലെ പൂജയ്ക്ക് ഉപയോഗിക്കുന്ന മണിക്കിണറിലെ തീർത്ഥം കൊണ്ടും തുലാഭാര വഴിപാട് നടത്തി. 71 കിലോഗ്രാം ദ്രവ്യങ്ങളാണ് ഇതിനായി വേണ്ടി വന്നത്. തുടർന്ന് ഉപദേവന്മാരെയും തൊഴുത് പുറത്തിറങ്ങിയ അദ്ദേഹം ഓഫീസ് കാര്യാലയ ഗണപതിക്ക് നാളികേരവും ഉടച്ചു. അവധി ദിവസമായതിനാൽ VIP ദർശനത്തിന് നിയന്ത്രണം ഉണ്ടായിരുന്നതിനെ തുടർന്ന് സാധാരണ ഭക്തരെ പോലെ നെയ്വിളക്ക് ചീട്ടാക്കിയാണ് മുഖ്യമന്ത്രി ദർശനം നടത്തിയത്. മാസത്തിലൊരിക്കൽ ഗുരുവായൂർ ദർശനം ശീലമാക്കിയ ഭക്തൻ കൂടിയാണ് VD സതീശൻ. എന്റെ സുരക്ഷ ഞാൻ തന്നെ നോക്കിക്കൊള്ളാം, ഭക്തർക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടും ഉണ്ടാക്കരുതെന്ന് അദ്ദേഹം സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് കർശന നിർദ്ദേശം നൽകി. ക്ഷേത്ര പരിസരത്ത് തടിച്ചുകൂടിയ ജനങ്ങൾ ആർപ്പുവിളികളോടെയാണ് മുഖ്യമന്ത്രിയെ വരവേറ്റത്. തനിക്കരികിലേക്ക് എത്തിയവർക്ക് ഹസ്തദാനം നൽകിയും ചേർത്ത് നിർത്തി കുശലം പറഞ്ഞും സെൽഫികൾക്ക് പോസ്റ്റ് ചെയ്തും തികച്ചും ജനകീയനായ ഭരണാധികാരിയുടെ ഭാവത്തിലായിരുന്നു അദ്ദേഹം. ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രൻ, ദേവസ്വം ചെയർമാൻ AV ഗോപിനാഥ്, അഡ്മിനിസ്ട്രേറ്റർ OB അരുൺകുമാർ എന്നിവരുടെ നേതൃത്വത്തിൽ മുഖ്യമന്ത്രിയെ പൊന്നാടി അണിയിച്ച് സ്വീകരിച്ചു. K കരുണാകരന് ശേഷം ഗുരുവായൂർ ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്ന ആദ്യത്തെ മുഖ്യമന്ത്രിയാണ് VD സതീശൻ. TCV ന്യൂസ്, ഗുരുവായൂർ. മുഖ്യമന്ത്രി VD സതീശന്റെ ഗുരുവായൂർ ക്ഷേത്ര ദർശനത്തിൽ VIP ദർശനവുമായി ബന്ധപ്പെട്ട ഹൈക്കോടതി ഉത്തരവ് ലംഘിച്ചതായി BJPയുടെ പരാതി. BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് B ഗോപാലകൃഷ്ണനാണ് ഗുരുവായൂർ ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർക്ക് പരാതി നൽകിയത്.
ഞായറാഴ്ച ദിവസങ്ങളിലെ VIP ദർശനത്തിൽ ഹൈക്കോടതി നിർദ്ദേശിച്ച സമയക്രമം പാലിച്ചില്ലെന്നാണ് പരാതി. മുഖ്യമന്ത്രിയുടെ അനുയായികൾ ക്ഷേത്രത്തിന് ചുറ്റും മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിന് സമീപവും വീഡിയോ എടുത്തതായും പരാതിയിൽ പറയുന്നു. ഇവർക്കെതിരെ ദേവസ്വം നിയമ നടപടി സ്വീകരിക്കണമെന്നാണ് B. ഗോപാലകൃഷ്ണൻ ആവശ്യപ്പെടുന്നത്. ഇല്ലെങ്കിൽ കോടതിയെ സമീപിക്കുമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. കോക്രോച്ച് ജനതാ പാർട്ടിക്കെതിരായ കേന്ദ്ര സർക്കാർ നീക്കത്തെ വിമർശിച്ച് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ രാജ്യത്തെ ചെറുപ്പക്കാരെ പ്രതിഷേധങ്ങളിലേക്ക് തള്ളിവിടുന്നതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം കേന്ദ്ര സർക്കാരിനാണെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. ഗുരുവായൂർ ക്ഷേത്ര ദർശനത്തിനു ശേഷം ശ്രീവത്സം അതിഥി മന്ദിരത്തിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു KC വേണുഗോപാൽ. രാജ്യത്തിപ്പോൾ പ്രകടമാകുന്നത് സർക്കാരിന്റെ കണ്ണ് തുറപ്പിക്കേണ്ട യുവജന രോഷമാണ്. ഇത്തരം പ്രതിഷേധങ്ങളെയും ആശയങ്ങളെയും പോസിറ്റീവായി എടുത്ത് തൊഴിലില്ലായ്മ ഉൾപ്പെടെയുള്ള അടിയന്തര വിഷയങ്ങൾ പരിഹരിക്കാനാണ് സർക്കാർ ശ്രമിക്കേണ്ടത്. അതിനെയെല്ലാം അടിച്ചമർത്താനാണ് കേന്ദ്രം ഭരിക്കുന്നവരുടെ ഭാവമെങ്കിൽ അംഗീകരിക്കാനാകില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. സർക്കാരിന് ഇതൊന്നും പരിഹരിക്കാനുള്ള യാതൊരു മാർഗങ്ങളുമില്ല. ആരാണ് ഉത്തരവാദി? ഈ ചെറുപ്പക്കാരെ ഇത്തരം അരക്ഷിതാവസ്ഥയിലേക്ക് തള്ളിവിട്ടതിന് ഉത്തരവാദി ആരാണ്? ആ ചർച്ചയല്ലേ രാജ്യത്ത് നടക്കേണ്ടത്, അതല്ലേ നടക്കേണ്ടതും. അപ്പൊ അതിന് അവരെ കുറ്റവാളികളാക്കി മാറ്റുന്നതിൽ എന്ത് അർത്ഥമുള്ളത്? അത് ശുദ്ധമായിട്ടുള്ള അസംബന്ധം. അക്കൗണ്ട് കൂട്ടിക്കുന്ന രീതി എന്ന് പറയുന്നത് ഫാസിസത്തിന്റേതാണ്. ഇവിടെ സ്വാഭാവികമായിട്ടും വന്നത് ഒരു അഭിപ്രായം നമുക്ക് എല്ലാവർക്കും അറിയാം. ചെറുപ്പക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു തൊഴിലിന് വേണ്ടിയിട്ട് അവർ നിൽക്കുന്ന നിൽപ്പ് സഹിക്കാവുന്നതിനും അപ്പുറത്താണ്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഇത്തരമൊരു പരാമർശം കൂടി വരുമ്പോൾ അവർക്കുണ്ടാകുന്ന പ്രയാസങ്ങൾ ജനങ്ങളെ സർക്കാരിന്റെ കണ്ണ് തുറപ്പിക്കുന്ന യുവജന രോഷമാണ് ഇപ്പോൾ നമ്മൾ പ്രകടമാകുന്നത്. അത് സർക്കാർ ചെയ്യേണ്ടത് അതിനെ പോസിറ്റീവായി എടുക്കാൻ വേണ്ടത്. അതിനെ പോസിറ്റീവായി എടുത്ത് ആ ഇഷ്യൂ അഡ്രസ് ചെയ്യാൻ വേണ്ടത്. ആ ഇഷ്യൂ അഡ്രസ് ചെയ്യാൻ എന്ത് നടപടിയാണ് ഇവർ എടുത്തിരിക്കുന്നത്? കഴിഞ്ഞ 12 കൊല്ലമായിട്ട് എല്ലാ MSMEയും തകർക്കുക, എല്ലാ തൊഴിലവസരങ്ങളെയും ഇല്ലാതാക്കുക, അഗ്നിവീർ പോലെയുള്ള പദ്ധതികൾ ഉണ്ടാക്കി എങ്ങനെ ചെറുപ്പക്കാരുടെ തൊഴിലവസരങ്ങൾ പരിമിതപ്പെടുത്താൻ പറ്റുമോ നോക്കുക. ഇതെല്ലാം ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതല്ല ചെയ്യേണ്ടത്, ആ ഇഷ്യൂ അഡ്രസ് ചെയ്യാണ് വേണ്ടത് ഒരു ഉത്തരവാദപ്പെട്ട ഗവൺമെന്റ്. അതായത് സപ്രസ് ചെയ്യാൻ വേണ്ടി നിയമവിരുദ്ധമായ മാർഗങ്ങൾ ഉപയോഗിക്കുകയല്ല വേണ്ടത്. വിദേശ രാജ്യങ്ങളിലേക്ക് പോയി രാഷ്ട്രത്തലവന്മാർക്ക് മധുരം കൊടുത്തത് കൊണ്ട് രാജ്യത്തെ പ്രശ്നങ്ങൾ അവസാനിക്കുന്നില്ല അല്ല പറയുന്നത്. ഓരോ ദിവസം കഴിയുന്നതും പെട്രോളിന്റെയും ഡീസലിന്റെ വില എങ്ങനെയാ കൂടിക്കൊണ്ടിരിക്കുന്നത്? ഈ നാട്ടിൽ ഇങ്ങോട്ട് വരാനിരിക്കുന്ന കാലം എന്ന് പറയുന്നത് വളരെ വളരെ അതീവ ഗുരുതരമായിട്ടുള്ള സാഹചര്യമായിരിക്കുമെന്നാണ് പ്രവചിക്കപ്പെടുന്നത്. അതിനെ നേരിടാനുള്ള ഒരു തയ്യാറെടുപ്പും ഇല്ലാതെ ഇപ്പോഴും ആഘോഷങ്ങളിലും തിമിർപ്പിലുമാണ് നമ്മുടെ പ്രധാനമന്ത്രി. വെറും നാടകങ്ങളിലുമാണ്. ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനാണ് അദ്ദേഹം ഇറങ്ങേണ്ടത്, അല്ലാതെ പ്രതിഷേധിക്കുന്നവരെ തകർക്കാനല്ല. മുഖ്യമന്ത്രി VD സതീശന്റെ സെക്രട്ടറിയായി രത്തൻ യു ഖേൽക്കർ ചുമതലയേറ്റു. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് ഞായറാഴ്ചയായിട്ടും ഇന്ന് തന്നെ ചുമതലയേറ്റത്. അതേസമയം മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറായിരുന്ന രത്തൻ ഖേൽക്കറുടെ നിയമനത്തിൽ CPM വിമർശനം കടുപ്പിച്ചു. ബംഗാളിലേതിന് സമാനമാണ് നിയമനമെന്നും തിരഞ്ഞെടുപ്പ് കമ്മീഷനും കോൺഗ്രസുമായി ഡീൽ സംശയിക്കുന്നതായും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. മുഖ്യമന്ത്രി മാത്രം അറിഞ്ഞുള്ള തീരുമാനമാണിത്. ന്യായീകരിക്കാനോ എതിർക്കാനോ കഴിയാത്ത അവസ്ഥയിലാണ് കോൺഗ്രസ് എന്നും MV ഗോവിന്ദൻ കൂട്ടിച്ചേർത്തു. ബലിപ്പെരുന്നാൾ പ്രമാണിച്ച് സംസ്ഥാനത്ത് 2 ദിവസം അവധി. 27-നായിരുന്നു നേരത്തെ അവധി നിശ്ചയിച്ചിരുന്നത്. മാസപ്പിറവി കാണാത്തതിനെ തുടർന്ന് കേരളത്തിൽ 28-നാണ് ബലിപ്പെരുന്നാൾ ആഘോഷിക്കുക. അതുകൊണ്ട് 27-നും 28-നും പൊതു അവധി പ്രഖ്യാപിച്ച് സർക്കാർ ഉത്തരവിറക്കി. പൊതുജനങ്ങളുടെയും ജീവനക്കാരുടെയും സൗകര്യം മുൻനിർത്തിയാണ് തീരുമാനം. മുടിക്കോട് ദേശീയപാതയിൽ ബൈക്ക് അപകടത്തിൽ യുവാവ് മരിച്ചു. പട്ടിക്കാട് താഴ്വാരം ഗാർഡനിൽ കിഴക്കുമുറി വീട്ടിൽ സുരേഷിന്റെ മകൻ 23 വയസ്സുള്ള അശ്വിനാണ് മരിച്ചത്. ബൈക്ക് ഓടിച്ചിരുന്ന തെക്കുംപാടം സ്വദേശി അനന്തു ഗുരുതര പരിക്കുകളോടെ ആശുപത്രിയിലാണ്. ഇന്ന് പുലർച്ചെ മുടിക്കോട് മേൽപ്പാലം ഇറങ്ങുമ്പോഴാണ് അപകടം. നിയന്ത്രണം വിട്ട ബൈക്ക് ഡിവൈഡറിൽ ഇടിച്ചുമറിയുകയായിരുന്നു. ഗുരുതരമായ പരിക്കേറ്റ 2 പേരെയും തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും അശ്വിന്റെ ജീവൻ രക്ഷിക്കാനായില്ല. പീച്ചി പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. മുള്ളൂർക്കര ആറ്റൂർ വളവിൽ ബൈക്കും ടെമ്പോ ട്രാവലറും കൂട്ടിയിടിച്ച് ചികിത്സയിലായിരുന്ന മധ്യവയസ്കൻ മരിച്ചു. വാടവരമ്പ് സ്വദേശി തലമപ്പറമ്പിൽ വീട്ടിൽ സക്കീറാണ് മരിച്ചത്. ശനിയാഴ്ച രാത്രിയുണ്ടായ അപകടത്തിൽ പരിക്കേറ്റ് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരണം. കയ്പമംഗലം 3 പീടിക ഐസ് പ്ലാന്റിൽ അമോണിയം ചോർന്നു. ഇന്ന് രാവിലെ 8:30യോടെയാണ് സംഭവം. 3 പീടിക ടൗണിന് കിഴക്കുഭാഗത്ത് പ്രവർത്തിക്കുന്ന ഐസ് പ്ലാന്റിൽ നിന്നാണ് അമോണിയം ചോർന്നത്. പ്ലാന്റിലെ അമോണിയം ടാങ്കിന്റെ വാൽവ് തകരാറിലായതിനെ തുടർന്നാണ് ചോർച്ച ഉണ്ടായത്. സംഭവമറിഞ്ഞ് ഇരിങ്ങാലക്കുടയിൽ നിന്നും ഫയർഫോഴ്സ് എത്തി പരിശോധന നടത്തി.
പുതിയ അധ്യയന വർഷത്തെ +1 അപേക്ഷ നാളെ തുടങ്ങും. ഓൺലൈനിലൂടെയാണ് അപേക്ഷിക്കേണ്ടത്. ഹയർ സെക്കൻഡറിയിൽ നിലവിൽ 3,61,044 സീറ്റുണ്ട്. VHSE സ്കൂളുകളിൽ 33,000 സീറ്റും ലഭ്യമാണ്. കൂടാതെ പോളിടെക്നിക്കുകളിലും ITIകളിലുമായി 30,545 സീറ്റുകളുണ്ട്. അതിനിടെ +2 VHSE പരീക്ഷാഫലം ചൊവ്വാഴ്ച വൈകിട്ട് 3-ന് മന്ത്രി N ഷംസുദ്ദീൻ പ്രഖ്യാപിക്കും. പരീക്ഷാഫലം നമ്മുടെ കേരളം മൊബൈൽ ആപ്ലിക്കേഷനിലൂടെ ലഭ്യമാകും. കുന്നംകുളം മണ്ഡലത്തിലെ CPI കടങ്ങോട് മില്ല് ബ്രാഞ്ച് കമ്മിറ്റിയിൽ നിന്നും കൂട്ടരാജി. കുന്നംകുളം മണ്ഡലം കമ്മിറ്റിയുടെ തെറ്റായ നടപടികളിൽ പ്രതിഷേധിച്ചാണ് സെക്രട്ടറി ഉൾപ്പെടെ 11 ബ്രാഞ്ച് കമ്മിറ്റി അംഗങ്ങൾ രാജിവെച്ചത്. ദിവസങ്ങൾക്ക് മുൻപ് എരുമപ്പെറ്റി ചിറ്റണ്ട ബ്രാഞ്ചിലും കൂട്ടരാജിയുണ്ടായിരുന്നു. CPI കടങ്ങോട് മിൽ ബ്രാഞ്ച് കമ്മിറ്റി സെക്രട്ടറിയും കടങ്ങോട് ലോക്കൽ കമ്മിറ്റി അംഗവുമായ KK ശശി, അസിസ്റ്റന്റ് സെക്രട്ടറി KG സുധാകരൻ, ബ്രാഞ്ച് മെമ്പർമാരായ PA ശ്രീധരൻ, KK വേലായുധൻ, KK സുബീഷ്, OR സന്തോഷ്, PA പ്രകാശൻ, ഗിരിജ സുരേന്ദ്രൻ, ഗീത ശശി, ശോഭന വേലായുധൻ, OS സൂരജ് എന്നീ 11 പേരാണ് പാർട്ടി ബന്ധം ഉപേക്ഷിച്ചത്. പാർട്ടിയിലെ വനിതാ പ്രവർത്തകയെ പീഡിപ്പിച്ച മണ്ഡലം കമ്മിറ്റി അംഗത്തിനെയും സാമ്പത്തിക ക്രമക്കേട് നടത്തിയ മുൻ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയെയും മണ്ഡലം കമ്മിറ്റി നേതൃത്വം സംരക്ഷിക്കുകയാണെന്ന് ആരോപിച്ചാണ് മണ്ഡലത്തിലെ വിവിധ ബ്രാഞ്ച് കമ്മിറ്റി അംഗങ്ങൾ രാജിവെച്ചത്. മഹിളാ സംഘം ജില്ലാ കമ്മിറ്റി അംഗവും കുന്നംകുളം മണ്ഡലം സെക്രട്ടറിയുമായ വനിതാ നേതാവിന് നേരെ ലൈംഗിക അതിക്രമം കാണിച്ച വ്യക്തിക്കെതിരെ പോലീസ് കേസെടുത്തിട്ടും ഇയാൾക്കെതിരെ നടപടിയെടുക്കാൻ ജില്ലാ മണ്ഡലം നേതൃത്വങ്ങൾ തയ്യാറായിട്ടില്ല. അതിനു പകരം പരാതിക്കാരിയായ മഹിളാ നേതാവിനെ പാർട്ടിയിൽ നിന്നും പുറത്താക്കുകയാണ് ഉണ്ടായത്. സംഭവം നടന്ന ഉടൻ പാർട്ടി നേതൃത്വത്തിന് പരാതി നൽകിയെങ്കിലും ആരോപണ വിധേയനായ നേതാവിനെ സംരക്ഷിക്കുവാനാണ് നേതൃത്വം ശ്രമിച്ചതെന്നും ഇവർ ആരോപിച്ചു. ഇതിൽ പ്രതിഷേധിച്ച് കഴിഞ്ഞ ദിവസം CPI എരുമപ്പെട്ടി ലോക്കൽ കമ്മിറ്റിയിലെ ചിറ്റണ്ട ബ്രാഞ്ച് സെക്രട്ടറിയും ലോക്കൽ കമ്മിറ്റി അംഗവുമായ ഷക്കീർ ഉൾപ്പെടെ 12 പേർ പാർട്ടിയിൽ നിന്ന് രാജിവെച്ചിരുന്നു. അഴിമതിക്കാരനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് പാർട്ടി നേതാക്കന്മാര് ഉൾപ്പെട്ടിട്ട് വലിയൊരു വിഷയമാക്കി കുറച്ച് ആൾക്കാരെ തരുന്നു. ഒരാളുടെ മുകളിൽ പരാതി വന്ന അയാളെ കുറിച്ച് അന്വേഷിക്കാതെ അയാളെ മുകളിലേക്ക് കയറ്റി മറ്റൊരു തരം താത്ത പറഞ്ഞാൽ നമ്മൾ CPIയുടെ മെമ്പർമാര് കടങ്ങോട് ബ്രാഞ്ച് പുതുക്കാൻ തയ്യാറല്ല. ഞങ്ങളൊരു 15 ആളുടെ അടുത്തേക്ക് രാജിയുണ്ട്. അതിന്റെ പിന്നില് ഞങ്ങൾ ഒരു പാർട്ടിനെ തോൽപ്പിക്കാനുള്ള വോട്ട് ഞങ്ങളുടെ കയ്യിലുണ്ട്. ഏത് പാർട്ടി ആയാലും തോൽപ്പിക്കാനുള്ള വോട്ട് ഞങ്ങളുടെ കയ്യിലുണ്ട്. അത് ഞങ്ങൾ ഇറങ്ങി പുറപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾക്ക് എതിരുള്ള പാർട്ടി ഏതായാലും അവരെ തോൽപ്പിക്കും. അതിനുള്ള ആളും അതിനുള്ള ശക്തി ഞങ്ങൾക്കുണ്ട്. പിന്നെ തെറ്റായിട്ട് ഇങ്ങനെ ഒരാളെ സംരക്ഷിച്ച് പോവുക 10-15 കൊല്ലമായി പണിക്ക് പോയിട്ട് ഇപ്പോഴും ജീവിതമാർഗവും സുഖമായിട്ട് പോകണം. നമ്മൾ ജോലിക്ക് പോകണവർക്ക് ബുദ്ധിമുട്ടിൽ പോകണം. അപ്പം അങ്ങനെയുള്ളവരെ പാർട്ടി സംരക്ഷിക്കുന്നത് പാർട്ടിക്ക് അതിൻ്റെ എന്തെങ്കിലും ഗുണങ്ങൾ ഉണ്ടാവുമെന്നാണ് നമ്മുടെ ഒരു അറിവ്. പാർട്ടി ശരിക്കും പരിശോധിച്ചിട്ട് സമ്മേളനത്തിൽ നടന്ന സംഭവം അവരെല്ലാവരെയും പുറത്താക്കുക, തരം താത്താണെങ്കിൽ അങ്ങനെ ചെയ്യുക. ഇത് 4 ആൾക്ക് നീതിയില്ല, ഒരാൾക്ക് മാത്രം നീതി വരുന്നത്. അത് തെറ്റായിട്ടൊന്നും അയാൾ കണ്ടുകൊണ്ടാണ് നമ്മൾ രാജിവെക്കാൻ തയ്യാറാവണം എല്ലാവരും. കടങ്ങോട് മുൻ ലോക്കൽ സെക്രട്ടറി ഫണ്ട് തിരിമറി നടത്തിയെന്നും പരാതി നൽകിയിട്ടും യാതൊരു നടപടിയും ഉണ്ടായില്ലെന്നും ഇവർ ആരോപിക്കുന്നു. TCV ന്യൂസ് കുന്നംകുളം. ഇടവേള. Discover is Lavraico there, la crème de la fraîcheur. French Diary Ice Creams, a taste factory. വാർത്തകൾ തുടരുന്നു. ആളൂരിൽ ആരോഗ്യ വിഭാഗവും പോലീസും ചേർന്ന് നടത്തിയ പരിശോധനയിൽ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് നിരോധിത വിദേശ നിർമ്മിത പുകയില ഉൽപ്പന്നങ്ങളും നിരോധിത പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളും പിടികൂടി. ആളൂർ കനാൽ പാലത്ത് പ്രവർത്തിക്കുന്ന ഗ്രീൻ സൂപ്പർ മാർക്കറ്റിലാണ് നിയമലംഘനം കണ്ടെത്തിയത്. ഇവർക്കെതിരെയുള്ള പിഴ ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിച്ചതായി അധികൃതർ അറിയിച്ചു. ഹെൽത്ത് ഇൻസ്പെക്ടർ റോയ് വിൽഫർഡ്, ആളൂർ SI മനോബി ചെറിയാൻ തുടങ്ങിയവരുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. തുടർന്നുള്ള ദിവസങ്ങളിലും മേഖലയിൽ പരിശോധന കർശനമാക്കുമെന്ന് അധികൃതർ അറിയിച്ചു. ചാവക്കാട് നഗരസഭയുടെ മഴക്കാല പൂർവ്വ ശുചീകരണ യജ്ഞത്തിന് തുടക്കമായി. നഗരസഭാ ചെയർപേഴ്സൺ AH അക്ബർ ഉദ്ഘാടനം ചെയ്തു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ P യതീന്ദ്രദാസ്, KP രഞ്ജിത് കുമാർ, നഗരസഭാ ക്ലീൻ സിറ്റി മാനേജർ B ദിലീപ് എന്നിവർ പങ്കെടുത്തു. ഇവർക്കൊപ്പം പോലീസ്, നഗരസഭാ ഉദ്യോഗസ്ഥരും സംഘടനാ പ്രതിനിധികളും നാട്ടുകാരും ശുചീകരണ യജ്ഞത്തിൽ പങ്കാളികളായി. മഴക്കാലത്തുണ്ടാകാൻ സാധ്യതയുള്ള പകർച്ചവ്യാധികളെ പ്രതിരോധിക്കുവാൻ പൊതുജനങ്ങൾ വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കണമെന്ന് നഗരസഭാ ചെയർപേഴ്സൺ പറഞ്ഞു.
റവന്യൂ മന്ത്രി AP അനിൽകുമാറിന്റെ മകൻ ഡോക്ടർ അർജുൻ ഗുരുവായൂർ ക്ഷേത്ര സന്നിധിയിൽ വിവാഹിതനായി. മലപ്പുറം സ്വദേശിനി ഡോക്ടർ നിരോക്ഷയാണ് വധു. ഇന്ന് രാവിലെ ഉഷപൂജ കഴിഞ്ഞ് നട തുറന്ന ഉടനെയായിരുന്നു താലികെട്ട്. മുഖ്യമന്ത്രി VD സതീശൻ, ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല, മന്ത്രിമാരായ റോജി M. ജോൺ, V. അബ്ദുൽ ഗഫൂർ, KA. തുളസി, M. ലിജു, PC. വിഷ്ണുനാഥ്, ബിന്ദു കൃഷ്ണ, MP മാരായ ഹൈബി ഈഡൻ, VK. ശ്രീകണ്ഠൻ, MLA മാരായ രമേശ് പിഷാരടി, NK അക്ബർ, പ്രൊഫസർ C. രവീന്ദ്രനാഥ്, IC. ബാലകൃഷ്ണൻ, AICC ജനറൽ സെക്രട്ടറി KC. വേണുഗോപാൽ തുടങ്ങിയവർ ആശംസകൾ നേരാനെത്തിയിരുന്നു. ഇന്ധനവില വർധനവിൽ പ്രതിഷേധിച്ച് ഇന്ത്യൻ സോഷ്യലിസ്റ്റ് ജനതാദൾ ചേലക്കര നിയോജക മണ്ഡലം കമ്മിറ്റി കൊണ്ടാഴി സെന്ററിൽ പ്രതിഷേധ ധർണ നടത്തി. പാർട്ടി തൃശൂർ ജില്ലാ സെക്രട്ടറി രാഹുൽ V. നായർ ഉദ്ഘാടനം ചെയ്തു. നിയോജക മണ്ഡലം പ്രസിഡന്റ് T. രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. KC. വാസുദേവൻ, KN. ശശി, KC. ശിവരാമൻ, MM. ഉണ്ണികൃഷ്ണൻ, PR. സുരേഷ് എന്നിവർ സംസാരിച്ചു. ബാലസൗഹൃദ കേരളം സൗരക്ഷിക വാർഷിക സമ്മേളനം തൃശൂരിൽ നടന്നു. മുൻ DGP ജേക്കബ് തോമസ് ഉദ്ഘാടനം ചെയ്തു. സൗരക്ഷിക സംസ്ഥാന അധ്യക്ഷൻ അഡ്വക്കേറ്റ് M. ശശിശങ്കർ അധ്യക്ഷത വഹിച്ചു. ഹൈക്കോടതി മുൻ ജഡ്ജി MR. ഹരിഹരൻ നായർ, ഡോക്ടർ G. സന്തോഷ് കുമാർ, R. പ്രസന്നകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ബോർഡ് ഓഫ് കൺട്രോൾ ഓഫ് ആം റെസ്ലിംഗ് ഇന്ത്യ സംഘടിപ്പിച്ച സംസ്ഥാനതല പഞ്ചഗുസ്തി മത്സരം തൃശൂരിൽ K. രാജൻ MLA ഉദ്ഘാടനം ചെയ്തു. സംഘടനാ പ്രസിഡന്റ് ജോസ് പ്ലാശ്ശേരി അധ്യക്ഷത വഹിച്ചു. അബ്ദുൾ അസീസ്, KM. രഞ്ജിത്ത്, ഇസ്മായിൽ എന്നിവർ സംസാരിച്ചു. പ്രിയപ്പെട്ട സുഹൃത്ത് ജോസ് പ്ലാശ്ശേരി, നമ്മുടെ സെക്രട്ടറി സംഭാഷണമോ അനിവാര്യമല്ലാത്ത എവറസ്റ്റ് കൊടുമുടി കീഴടക്കി നാടിന് അഭിമാനമായി തിരുവല്ലോമലയിലെ 12കാരൻ 8ാം ക്ലാസ് വിദ്യാർത്ഥി അഭയ് രാഹുൽ പ്രമോദാണ് എവറസ്റ്റ് കീഴടക്കിയത്. പ്രായത്തെ വെല്ലുന്ന നിശ്ചയദാർഢ്യവുമായി ലോകത്തിന്റെ നെറുകയിൽ തൊട്ട് തിരുവില്ലാമല സ്വദേശിയായ 12കാരൻ തിരുവില്ലാമല ക്രൈസ്റ്റ് ന്യൂ ലൈഫ് സ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥിയായ അഭയ് രാഹുൽ പ്രമോദാണ് എവറസ്റ്റ് കൊടുമുടി കീഴടക്കി നാടിന്റെ അഭിമാനമായി മാറിയത്. മെയ് 4 ആരംഭിച്ച ദുഷ്കരമായ കൊടുമുടിക്കയറ്റം 9 ദിവസത്തെ കഠിന ശ്രമത്തിനൊടുവിൽ മെയ് 13 വിജയകരമായി സമാപിച്ചത്. കഠിനമായ തണുപ്പിനെയും പ്രതികൂല കാലാവസ്ഥയെയും ധീരമായി നേരിട്ടാണ് അഭയ് രാഹുൽ ഈ അപൂർവ നേട്ടം സ്വന്തമാക്കിയത്. തിരുവില്ലാമലയിലെ ഡോക്ടർ ദമ്പതികളായ പ്രമോദിന്റെയും പ്രമീളയുടെയും മകനാണ് ഈ കൊച്ചുമിടുക്കൻ. മകന്റെ ആഗ്രഹങ്ങൾക്ക് പൂർണ്ണ പിന്തുണയുമായി മാതാപിതാക്കളും ഒപ്പമുണ്ടായിരുന്നു. പ്രായത്തെ വെല്ലുന്ന ഇച്ഛാശക്തിയോടെ എവറസ്റ്റിന്റെ നെറുകയിൽ വിജയക്കൊടി പാറിച്ച അഭയ് രാഹുലിനെ തേടി ഇപ്പോൾ അഭിനന്ദന പ്രവാഹമാണ്. TCV ന്യൂസ്, ചേലക്കര. എരുമപ്പെട്ടി ഗ്രാമീണ വായനശാലയുടെ 90ാം വാർഷികം ആഘോഷിച്ചു. കവിയും ഗാനരചയിതാവുമായ റഫീഖ് അഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. വായനശാല പ്രസിഡന്റ് KM. അഷ്റഫ് അധ്യക്ഷനായിരുന്നു. ജില്ലാ പഞ്ചായത്ത് അംഗം മീന സാജൻ പ്രതിഭകളെ ആദരിച്ചു. സെക്രട്ടറി B. സുധീഷ്, എരുമപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ഗിരീഷ്, കേരള കലാമണ്ഡലം അസിസ്റ്റന്റ് പ്രൊഫസർ സംഗീത പ്രസാദ്, താലൂക്ക് ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി വത്സൻ പാറന്നൂർ തുടങ്ങിയവർ സംസാരിച്ചു. പ്രദേശത്ത് പട്ടണത്തിന്റെ പ്രധാന തൃശൂർ ലിറ്റററി ഫോറത്തിന്റെയും ചേറൂർ സാഹിതി സാംസ്കാരിക കേന്ദ്രത്തിന്റെയും ആഭിമുഖ്യത്തിൽ അക്ഷരീയം സാംസ്കാരിക സംഗമവും പുരസ്കാര സമർപ്പണവും നടന്നു. കേരള സാഹിത്യ അക്കാദമിയിൽ നടന്ന അക്ഷരീയം സാംസ്കാരിക സംഗമം ഡോക്ടർ സോഹൻ റോയ് ഉദ്ഘാടനം ചെയ്തു. തൃശൂർ ലിറ്റററി ഫോറം പ്രസിഡന്റ് K. ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. പ്രഭാവർമ്മ മുഖ്യാതിഥിയായിരുന്നു. ഡോക്ടർ SK വസന്തൻ, MD രാജേന്ദ്രൻ, ജയരാജ് വാര്യർ, ഡോക്ടർ സരസ്വതി ബാലകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു.
പുരസ്കാര സമർപ്പണവും നടന്നു. യൂസഫ് അലി കേച്ചേരി പുരസ്കാരം പ്രഭാവർമ്മയും, CP പോൾ ചുങ്കത്ത് സ്മാരക സാഹിത്യ പുരസ്കാരം CS ചന്ദ്രികയും, GK പള്ളത്ത് സാഹിത്യ പുരസ്കാരം റഫീഖ് അഹമ്മദും, TV കൊച്ചുബാവ സ്മാരക പ്രവാസി സാഹിത്യ പുരസ്കാരം സിജു ജേക്കബും, KP ബാലചന്ദ്രൻ സ്മാരക സമഗ്ര സംഭാവന പുരസ്കാരം ബാബു വെളപ്പായയും, ശ്രീദേവി അമ്പലപുരവും, സാഹിതി സാഹിത്യരാവ് പുരസ്കാരം AP നാരായണൻകുട്ടി, സുകുമാർ V പൂങ്കുന്നം എന്നിവരും ഏറ്റുവാങ്ങി. തുടർന്ന് വായനശാലയുടെ മരണം, വെളിച്ചത്തിനെന്തു വെളിച്ചം, പെയ്തിറങ്ങുന്ന മഴമേഘങ്ങൾ എന്നീ പുസ്തകങ്ങളുടെ പ്രകാശനവും നടന്നു. ജനവിധി കേരളത്തോട് പറയുന്നത് എന്ന വിഷയത്തിൽ വെൽഫെയർ പാർട്ടി തൃശൂരിൽ പൊതുയോഗം സംഘടിപ്പിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി സുരേന്ദ്രൻ കരീപ്പുഴ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് KS നിസാർ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് KA ഷെഫീഖ്, സംസ്ഥാന കമ്മിറ്റി അംഗം MK അസ്ലം, ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ KS ഉമൈറ, റക്കീബ് K തറയിൽ, മുനീർ അലി, PH റഫീഖ് എന്നിവർ സംസാരിച്ചു. എറിയാട് പഞ്ചായത്തിലെ ചേരമാൻ മൈതാനിയിലെ കുളം സംരക്ഷിച്ച് നാട്ടുകാരുടെ കൂട്ടായ്മ. മുഹമ്മദ് അബ്ദുറഹിമാൻ സ്മാരക വായനശാലയ്ക്ക് സമീപമുള്ള വേനലിലും വെള്ളം വറ്റാത്ത ഏകദേശം 55 സെന്റ് വിസ്തീർണം വരുന്ന ഈ കുളവും അതിനോട് ചേർന്നുള്ള മൈതാനവും തിരുവഞ്ചിക്കുളം ദേവസ്വത്തിന്റെ ഉടമസ്ഥതയിലാണെങ്കിലും സംരക്ഷണ ചുമതല നാട്ടുകാരായ ഏതാനും പേരാണ് ഏറ്റെടുത്തിട്ടുള്ളത്. എല്ലാ വർഷവും കുളം വൃത്തിയാക്കുക പതിവാണ്. 2003 മുതൽ ഇവിടെ കുളിക്കാനെത്താറുള്ള ഒരു സംഘം ചെറുപ്പക്കാരാണ് കുളത്തെ സംരക്ഷിച്ചു പോരുന്നത്. ഇക്കുറിയും പതിവ് തെറ്റാതെ മഴക്കാലത്തിന് മുൻപേ കുളം വൃത്തിയാക്കി കഴിഞ്ഞു. 40,000 രൂപയോളം ചെലവഴിച്ച് ഇക്കുറി കുളത്തിന് പടവ് നിർമ്മിക്കുകയും ചെയ്തു. ഇത്തവണ ഇത് കഴിഞ്ഞതിന് 10 വർഷം പകുതി കെട്ടി, അവിടെ വെള്ളം വന്നു. ഇപ്പൊ ബാക്കിയുള്ള ഭാഗം ഇത്തവണ കെട്ടിയാണ്. അതിന് 10-30 രൂപയോളം മൊത്തം ചെലവാണ്. കുളം ശുദ്ധീകരിച്ചതും ഷെയ്ഡ് ബില്ല് എത്തും ഇതൊക്കെ കൂടി. അപ്പൊ നാട്ടുകാരെ സഹകരിച്ചിട്ടുണ്ട്. ഞങ്ങൾ കുറെ പേര് എടുത്ത് കുളത്തിൽ സ്ഥിരം വരുന്ന ആൾക്കാർ, അതുകൂടാതെ ഇവിടുത്തെ നാട്ടുകാർ സഹകരിക്കുന്നുണ്ട്. വളരെ നന്നായിട്ട് പോകുന്ന ഒരു കുളമാണത്. കാരണം ശുചീകരണം എല്ലാം കൃത്യമായിട്ട് ഇവിടുത്തെ കുളിക്കുന്ന ആളുകളും പിന്നെ പഞ്ചായത്തിൻ്റെ സഹകരണത്തോടെയൊക്കെ ചെയ്യാറുണ്ട്. പിന്നെ ക്ലോറിനേഷൻ ചെയ്യാറുണ്ട്. ഈ സൈഡിൽ വരുന്ന പുല്ലുകളെല്ലാം നമ്മൾ ക്ലീനാക്കും. പിന്നെ വെള്ളം അനങ്ങാതെ കിടക്കുമ്പോഴാണ് ഈ ചീത്താവുന്നത്. ഇപ്പോൾ പൂപ്പിൽ പിടിക്കുമ്പോൾ അത് ആദ്യം തന്നെ കുളത്തിൽ ഇറങ്ങുമ്പോൾ പായൽ മാറ്റി കളഞ്ഞിട്ടാണ് കുളിക്കൽ. അപ്പോൾ അതൊരു അരമണിക്കൂർ അങ്ങനെ കഴിഞ്ഞു പോകും. ഇവരുടെ നിരന്തരമായ ശ്രമം കൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ ഇത് ഇങ്ങനെ നിലനിന്ന് പോകുന്നത്. എറിയാടിന് പുറമെ അഴീക്കോട്, മേത്തല, ലോകമലേശ്വരം, എടവിലങ്ങ് തുടങ്ങിയ പ്രദേശങ്ങളിൽ നിന്നും ആളുകൾ ഇവിടെ കുളിക്കാനെത്താറുണ്ട്. അവധിക്കാലമായതിനാൽ ഇപ്പോൾ ധാരാളം കുട്ടികളും വരുന്നുണ്ട്. തങ്ങൾ പതിവായി ഉപയോഗിക്കുന്ന കുളം സംരക്ഷിച്ചു പോരുന്ന ഇവിടത്തെ ചെറുപ്പക്കാർ എന്തിനുമേതിനും പൊതു സംവിധാനത്തിന്റെ സഹായം കാത്തിരിക്കുന്നവർക്കുള്ള മറുപടിയാണ്. ജനീഷ് കുമാർ, സുനിൽ കുമാർ, വിനോദ്, റഹീം, സുധി തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് കുളം സംരക്ഷണ പ്രവർത്തനങ്ങൾ നടന്നുവരുന്നത്. TCV ന്യൂസ്, കൊടുങ്ങല്ലൂർ. പെരുമ്പിലാവ് സംസ്ഥാന പാതയിൽ കാറിടിച്ച് കാട്ടുപന്നി ചത്തു. എറണാകുളത്ത് നിന്ന് അരീക്കോട് പോവുകയായിരുന്ന കാറാണ് ഇടിച്ചത്. ഇടിയുടെ ആഘാതത്തിൽ കാറിന്റെ മുൻവശം തകർന്നു. തലനാരിഴയ്ക്കാണ് വാഹനം മറിയാതിരുന്നതെന്ന് ഡ്രൈവർ വ്യക്തമാക്കി. ധനകാര്യ വ്യാപാര രംഗത്ത് 47 വർഷത്തെ സേവന പാരമ്പര്യവുമായി മുന്നേറുന്ന PGN ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് സംഘടിപ്പിച്ച വാർഷിക പഠനോപകരണ കിറ്റ് വിതരണ പരിപാടി തിരൂർ ഹെഡ് ഓഫീസിൽ നടന്നു. ഫാദർ പോൾ പിണ്ടിയാൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. PGN ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് MD ആൽബ്രിൻ ഫ്രാൻസിസ് അധ്യക്ഷത വഹിച്ചു. വടക്കാഞ്ചേരി നിയോജകമണ്ഡലം MLA സേവ്യർ ചിറ്റലപ്പള്ളി മുഖ്യാതിഥിയായി. തിരൂർ സെന്റ് തോമസ് LP സ്കൂളിലെ തിരഞ്ഞെടുത്ത വിദ്യാർത്ഥികൾക്ക് പഠനോപകരണ കിറ്റുകൾ വിതരണം ചെയ്തു. കോലഴി പഞ്ചായത്ത് പ്രസിഡന്റ് NA സാബു, കുളങ്കുന്നത്തുകാവ് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സിന്ധു അജയകുമാർ, TV ജോസ്, മേഴ്സി ടീച്ചർ, CA ഫ്രാൻസിസ് തുടങ്ങിയവർ ആശംസകൾ അറിയിച്ചു. മല്ലിക മണികണ്ഠൻ നന്ദി പറഞ്ഞു. 47 വർഷത്തെ സേവന പാരമ്പര്യമുള്ള ഒരു സ്ഥാപനമാണ്. വിദ്യാർത്ഥികൾക്കായിട്ടൊരു സഹായം അത്രയാണ് നമ്മൾ ഉദ്ദേശിച്ചത്. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന തിരഞ്ഞെടുത്ത കുട്ടികൾക്കാണ് നമ്മളിതിപ്പോൾ നടത്തുന്നത്. ഇതിപ്പോൾ 2ാം വർഷമായി നമ്മളിത് നടത്തി വരുന്നു. തുടർന്നും നടത്തണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. അതിന് എല്ലാവരുടെ സഹകരണവും ഞങ്ങൾ നാട്ടുകാരെയും എല്ലാവരും സഹകരണം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. PGN ഗ്രൂപ്പ് ഓഫ് കമ്പനിയുടെ ഡയറക്ടേഴ്സ്, ഷെയർ ഹോൾഡേഴ്സ്, സ്റ്റാഫ് എന്നിവരും സെന്റ് തോമസ് സ്കൂളിലെ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ചടങ്ങിൽ പങ്കെടുത്തു.
ഫിസിക്കൽ തെറാപ്പിയിൽ ബിരുദം കരസ്ഥമാക്കിയ കയ്പമംഗലം സ്വദേശി ഡോക്ടർ സഹൽ പി നജ്മുദ്ദീനെ അനുമോദിച്ചു. സഹയാത്രിക സൗഹൃദ കൂട്ടായ്മ സംഘടിപ്പിച്ച ചടങ്ങിൽ AICC സെക്രട്ടറി TN പ്രതാപൻ പുരസ്കാര സമർപ്പണം നടത്തി. ചടങ്ങിൽ DCC സെക്രട്ടറിമാരായ PMA ജബ്ബാർ, CM നൌഷാദ്, PK റാസിഖ്, PS ഷാഹിർ, EA ഷഫീഖ് തുടങ്ങിയവർ സംബന്ധിച്ചു. അപകടത്തിൽ ഗുരുതരമായ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന വീട്ടമ്മ സുമനസ്സുകളുടെ സഹായം തേടുന്നു. അവിട്ടത്തൂർ സ്വദേശിനി അംബിക ഗോപിയാണ് സുമനസ്സുകളുടെ കരുണ തേടുന്നത്. കഴിഞ്ഞ പോളിംഗ് ദിനത്തിൽ വോട്ട് ചെയ്തു മടങ്ങവേ ആളൂരിൽ വെച്ചുണ്ടായ അപകടത്തിൽ അംബികയുടെ ഭർത്താവ് ഗോപി തൽക്ഷണം മരിച്ചിരുന്നു. അംബിക 1.5 മാസത്തോളമായി ചാലക്കുടി സെന്റ് ജെയിംസ് ആശുപത്രിയിൽ അതീവ ഗുരുതരാവസ്ഥയിൽ വെന്റിലേറ്ററിൽ കഴിയുകയാണ്. സ്വന്തമായി ഒരു തുണ്ട് ഭൂമിയോ കിടപ്പാടമോ ഇവർക്കില്ല. കടം വാങ്ങിയും ബന്ധുക്കളുടെ സഹായത്താലും ചികിത്സയ്ക്കായി ഇതിനകം ലക്ഷങ്ങൾ ചെലവഴിച്ചു. ഇനിയും ആശുപത്രിയിൽ 5 ലക്ഷത്തിലേറെ തുക അടയ്ക്കുവാനുണ്ട്. തുടർന്നു വരുന്ന ശസ്ത്രക്രിയകൾക്കും മറ്റു ചികിത്സയ്ക്കായും പ്രതീക്ഷിക്കുന്ന ചിലവ് 15 ലക്ഷത്തിലധികം രൂപയാണ്. ജീവൻ രക്ഷിക്കുവാൻ സാമൂഹ്യ പ്രവർത്തകനായ ജോളിയുടെ നേതൃത്വത്തിൽ വേളൂക്കര പഞ്ചായത്ത് 6ാം വാർഡ് മെമ്പർ വിദ്യാ നെഹ്റു ചെയർപേഴ്സണായും PP രാധാകൃഷ്ണൻ കൺവീനറായും പൗരസമിതി രൂപീകരിച്ചിട്ടുണ്ട്. സ്വന്തമായി ഭൂമിയും കിടപ്പാടവുമില്ലാത്ത അംബികയുടെ മക്കൾ അവിട്ടത്തൂരിലുള്ള ബന്ധുവീട്ടിലാണ് താമസിക്കുന്നത്. ചികിത്സാ സഹായം നൽകാൻ സുമനസ്സുള്ളവർ 01590530 00 0018523 എന്ന അക്കൗണ്ട് നമ്പറിലേക്ക് പണം അയക്കാവുന്നതാണ്. TCV ന്യൂസ് ഇരിങ്ങാലക്കുട. തയ്യൂർ നിത്യസഹായ ദേവാലയത്തിൽ AKCC സംഘടനയുടെ നേതൃത്വത്തിൽ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. തൃശൂർ ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജിന്റെ സഹകരണത്തോടെ നടത്തിയ ക്യാമ്പ് ഇടവക വികാരി ഫാദർ ഫ്രാങ്കോ പുത്തിരി ഉദ്ഘാടനം ചെയ്തു. സംഘടനാ പ്രസിഡന്റ് AL വർഗീസ് അധ്യക്ഷനായി. ബ്രദർ ഷലാൽ ചിരിയങ്കണ്ടത്ത്, ഡോക്ടർ U വിഷ്ണു, സെക്രട്ടറി ഫ്രാൻസിസ് പേരാമംഗലം, ട്രഷറർ CO സൈമൺ, ഷാലി തോമസ്, ആനി ചാക്കുണ്ണി, PC സെബാസ്റ്റ്യൻ, PJ ജോൺസൺ എന്നിവർ സംസാരിച്ചു. ഐവർമഠം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിന ദ്രവ്യ കലശ ചടങ്ങുകൾക്ക് സമാപനമായി. കൈമുക്കുമന വാസുദേവൻ നമ്പൂതിരി, സുധീഷ് നമ്പൂതിരി എന്നിവർ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. കഴിഞ്ഞ 18-നാണ് ചടങ്ങുകൾ ആരംഭിച്ചത്. പറപ്പൂക്കര കുടുംബാരോഗ്യ കേന്ദ്രത്തിനു കീഴിലെ ആലത്തൂർ ജനകീയ ആരോഗ്യ കേന്ദ്രത്തിൽ മൈഗ്രെയിൻ ആരോഗ്യ സ്ക്രീനിംഗ് ക്യാമ്പ് സംഘടിപ്പിച്ചു. ഇരിങ്ങാലക്കുട ബ്ലോക്ക് പഞ്ചായത്ത് അംഗം രാജേഷ്, പഞ്ചായത്ത് അംഗം K സുധാകരൻ, ആരോഗ്യ പ്രവർത്തകരായ TK സലീഷ്, കമാൽജിദ്, ഊർമിള ഉണ്ണി തുടങ്ങിയവർ നേതൃത്വം നൽകി. NSS കുന്നംകുളം കരയോഗത്തിന്റെ ആഭിമുഖ്യത്തിൽ കരയോഗ കുടുംബങ്ങളിലെ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ നൽകി. കരയോഗം പ്രസിഡന്റ് NM കൃഷ്ണൻകുട്ടി അധ്യക്ഷത വഹിച്ചു. സുനീഷ് കുമാർ, M രാമചന്ദ്രൻ, P മുരളീധരൻ, EM ശ്രീകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ചെമ്പൂച്ചിറ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ, ചായ്പൻകുഴി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവിടങ്ങളിൽ നിന്ന് എല്ലാ വിഷയങ്ങളിലും A+ നേടി വിജയിച്ച സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളെ വെള്ളിക്കുളങ്ങര ജനമൈത്രി പോലീസിന്റെ നേതൃത്വത്തിൽ അനുമോദിച്ചു. അനുമോദന യോഗം SHO ഷെബാബ് K കാസിം ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ AA റഫീഖ് അധ്യക്ഷത വഹിച്ചു. SIമാരായ B ബാലകൃഷ്ണൻ, PP പ്രദീപ്, ജനമൈത്രി സമിതി അംഗങ്ങളായ സുരേഷ് കടുപ്പശ്ശേരിക്കാരൻ, ബീന നന്ദകുമാർ, റഷീദ് ഏറാത്ത്, കോടശ്ശേരി പഞ്ചായത്ത് അംഗം ജോസൂട്ടൻ കൈതാരം, KGSTA പ്രസിഡന്റ് രാജൻ കുഞ്ഞുമോൾ, കുറ്റിച്ചിറ മെർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് PP ശശിധരൻ തുടങ്ങിയവർ സംസാരിച്ചു. വെങ്കിടങ്ങ് നാട്ടുവാർത്ത ഗ്രൂപ്പിന്റെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് അംഗം രാകേഷ് കണിയാംപറമ്പിൽ ഉദ്ഘാടനം ചെയ്തു. വാർഡംഗം ഡെയ്സി ജോമോൻ അധ്യക്ഷത വഹിച്ചു. ഷാജി അയ്യപ്പൻകാവ്, ബാസിം എന്നിവർ സംസാരിച്ചു. കാവ്യ ഇനത്തിന്റെ സർഗശ്രേഷ്ഠ പുരസ്കാരം ഗീത മേലെഴുത്തിന് സമ്മാനിച്ചു. തൃപ്രയാറിൽ നടന്ന ചടങ്ങ് കവിയും തിരക്കഥാകൃത്തുമായ വെണ്ണല മോഹൻ ഉദ്ഘാടനം ചെയ്തു. മാനവശ്രീ പുരസ്കാരം നേടിയ ഗിരീഷ് ഏറാട്ടിനെ ചടങ്ങിൽ ആദരിച്ചു. ചെയർമാൻ ദിനേശ് രാജ അധ്യക്ഷനായി. ചലച്ചിത്ര സംവിധായകൻ അമ്പിളി, കോർഡിനേറ്റർ നോമി കൃഷ്ണ, ഫ്രാൻസിസ് വടക്കൻ, സതീഷ് കുമാർ വിശാഖപട്ടണം, ചലച്ചിത്ര സംവിധായകൻ വാസൻ പെരിങ്ങോട്ടിക്കര, റുഖിയ സുരേന്ദ്രൻ എന്നിവർ സംസാരിച്ചു. വാണിജ്യം.
ഓച്ചിറ ഗ്രാമത്തെക്കുറിച്ച് എം രാമസുന്ദരൻ രചിച്ച സുന്ദരവീഥികൾ എന്ന പുസ്തകത്തിന്റെ പ്രകാശനം തൃശൂരിൽ നടന്നു. തൃശൂർ പേൾ റീജൻസിയിൽ നടന്ന ചടങ്ങിൽ പത്മശ്രീ ഡോക്ടർ കലാമണ്ഡലം ഗോപി സുന്ദരവീഥികൾ എന്ന പുസ്തകത്തിന്റെ പ്രകാശനം നിർവഹിച്ചു. ജ്യോതിഷ പണ്ഡിതൻ CV ഗോവിന്ദൻ പുസ്തകം ഏറ്റുവാങ്ങി. പാറമേക്കാവ് ക്ഷേത്രം സൂപ്രണ്ട് കുന്നമ്പത്ത് ശ്രീനിവാസൻ പുസ്തക പരിചയം നടത്തി. കലാനിരൂപകൻ ശ്രീനിവത്സൻ തീയാടി, പുസ്തകത്തിന്റെ ഡിസ്ട്രിബ്യൂട്ടർമാരായ H&C സ്റ്റോഴ്സ് മാനേജർ അജിത് കുമാർ, അഡ്വക്കേറ്റ് P സന്തോഷ് പൊതുവാൾ, ഗ്രന്ഥകർത്താവ് M രാമസുന്ദരൻ തുടങ്ങിയവർ സംസാരിച്ചു. കുടുംബാംഗങ്ങൾ, സുഹൃത്തുക്കൾ തുടങ്ങിയവർ പ്രകാശന ചടങ്ങിൽ പങ്കെടുത്തു. പാലക്കാട് ജില്ലയിലെ കോതച്ചിറ ഗ്രാമത്തിൽ തുടങ്ങിയ ഗ്രന്ഥകാരന്റെ ജീവിതയാത്രയിലെ വഴിത്തിരിവുകളെ കുറിച്ചാണ് സുന്ദരവീഥികൾ എന്ന പുസ്തകത്തിലൂടെ പ്രതിപാദിച്ചിരിക്കുന്നത്. 7 പതിറ്റാണ്ടുകൾക്ക് മുമ്പ് നാട്ടിൽ നിലനിന്നിരുന്ന സാമൂഹ്യ വ്യവസ്ഥിതികളും കേരള ജനതയുടെ പൊതുശീലങ്ങളും ഈ ഗ്രന്ഥത്തിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. ഗുരുവായൂർ പത്മനാഭൻ തുടങ്ങി അക്കാലത്തെ ഗജവീരന്മാരുടെ വിശേഷങ്ങളും ആനച്ചികിത്സയുടെ വിശദാംശങ്ങളും ജോലിയുടെ ഭാഗമായി സന്ദർശിച്ച വടക്കേ ഇന്ത്യയിലെ ചമ്പൽ ഗ്രാമങ്ങളുടെ നേർചിത്രവും അവിടെ നിന്നുള്ള നേരനുഭവങ്ങളും സുന്ദരവീഥികൾ എന്ന പുസ്തകത്തിൽ M രാമസുന്ദരൻ വിവരിച്ചിട്ടുണ്ട്. H&C സ്റ്റോഴ്സ് ആണ് പുസ്തകത്തിന്റെ വിതരണക്കാർ. ജപ്പാൻ ഷോട്ടോക്കൻ കരാട്ടെ അസോസിയേഷന്റെ 10ാമത് ഇന്റർനാഷണൽ കരാട്ടെ ട്രെയിനിംഗ് സെമിനാർ കോടന്നൂർ JB ടവർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ബാസസ്കാം കരാട്ടെ അക്കാദമിയിൽ നടന്നു. ബാസ്റ്റ്കാം അക്കാദമി ഇൻസ്ട്രക്ടറും JSKA ഇന്റർനാഷണൽ കേരള സ്റ്റേറ്റ് പ്രസിഡന്റുമായ സൈമൺ ദേവസിയുടെ അധ്യക്ഷതയിൽ JSKA വേൾഡ് ചീഫ് ഇൻസ്ട്രക്ടർ ഷുയേസ്കി ഷിഹാൻ നഗാക്കി മിസ്തുറു സെമിനാർ നയിച്ചു. JSKA ജപ്പാൻ ഹെഡ് ക്വാർട്ടേഴ്സ് ഇൻസ്ട്രക്ടർ സെൻസി മയൂമി ഷിന്യ, JSKA ഇന്റർനാഷണൽ ചീഫ് ഇൻസ്ട്രക്ടർ ഷിഹാൻ KG, ബാലചന്ദ്രൻ തുടങ്ങിയവർ സെമിനാറിന്റെ ഭാഗമായി. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള 200ഓളം കരാട്ടെ വിദ്യാർത്ഥികളും അധ്യാപകരും സെമിനാറിൽ പങ്കെടുത്തു. ബാസസ്കാം കരാട്ടെ അക്കാദമിയിൽ ജൂൺ 6 മുതൽ പുതിയ ബാച്ചുകൾ ആരംഭിക്കുമെന്നും കട്ട, കുമീത്തെ, നഞ്ചക് തുടങ്ങിയവയിൽ പ്രത്യേക പരിശീലനം നൽകുമെന്നും ഇൻസ്ട്രക്ടർ സൈമൺ ദേവസി അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 8330547771. ഇന്നത്തെ സ്വർണ്ണവില. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 14,580 രൂപ, പവന് 1,16,640 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡൻ ഡയമണ്ട്സ്, സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡൻ ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. ജില്ലയിൽ മഴ ശക്തമാകുമെന്ന മുന്നറിയിപ്പ്. ചൂണ്ടലിൽ ഓടിക്കൊണ്ടിരുന്ന വാഹനത്തിന്റെ മുൻവശത്തെ ചില്ലിലേക്ക് മരക്കൊമ്പ് വീണു. യാത്രക്കാർ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക്. മുഖ്യമന്ത്രിയായി ചുമതലയേറ്റ ശേഷം VD സതീശൻ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശനം നടത്തി. മുഖ്യമന്ത്രിക്ക് വെണ്ണയും തീർത്ഥവും കൊണ്ട് തുലാഭാരം. VIP ദർശനവുമായി ബന്ധപ്പെട്ട ഹൈക്കോടതി ഉത്തരവ് ലംഘിച്ചതായി BJPയുടെ പരാതി. രാജ്യത്തെ ചെറുപ്പക്കാരെ പ്രതിഷേധങ്ങളിലേക്ക് തള്ളിവിടുന്നതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം കേന്ദ്ര സർക്കാരിനാണെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. കോക്രോച്ച് ജനതാ പാർട്ടിയുടെ പ്രതിഷേധങ്ങളെ പോസിറ്റീവായി എടുക്കണമെന്നും പ്രതികരണം. വിവാദങ്ങൾക്കിടെ മുഖ്യമന്ത്രിയുടെ സെക്രട്ടറിയായി രക്തൻ യു ഖേൽക്കർ ചുമതലയേറ്റു. മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറായിരുന്ന രക്തൻ ഖേൽക്കറുടെ നിയമനത്തിൽ വിമർശനം കടുപ്പിച്ചു CPM. തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ഡീൽ സംശയിക്കുന്നുവെന്ന് MP ഗോവിന്ദൻ. ബലിപ്പെരുന്നാൾ പ്രമാണിച്ച് സംസ്ഥാനത്ത് 2 ദിവസം അവധി. ബുധൻ, വ്യാഴം ദിവസങ്ങളിൽ അവധി പ്രഖ്യാപിച്ച് സർക്കാർ ഉത്തരവിറക്കി. വലിയ പെരുന്നാൾ ആഘോഷം 28-ന്. മുടിക്കോട് ദേശീയപാതയിൽ ബൈക്ക് അപകടത്തിൽ യുവാവ് മരിച്ചു. പട്ടിക്കാട് താഴ്വാരം ഗാർഡനിൽ അശ്വിനാണ് മരിച്ചത്.
ഈ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.